നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ കണ്ണൂരിൽ ക്രമസമാധാന നില വഷളാകാൻ സാധ്യതയെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട്. മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പഴശ്ശി ഇടവേലിക്കലിൽ 3 CPM പ്രവർത്തകർക്ക് ദിവസങ്ങൾക്ക് മുൻപ് വെട്ടേറ്റിരുന്നു. ഈ കേസിൽ 11 BJP പ്രവർത്തകർ അറസ്റ്റിലാവുകയും ചെയ്തു. സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നുവെങ്കിലും രാഷ്ട്രീയവൽക്കരിക്കാനാണ് CPM ശ്രമിച്ചത്. ഇതിനു പുറമെ പയ്യാമ്പലത്ത് 4 CPM നേതാക്കളുടെ സ്മൃതി മണ്ഡപങ്ങൾ രാസലായനിയൊഴിച്ച് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് സ്ഥിതിഗതികൾ വഷളാക്കിയിട്ടുണ്ട്. തങ്ങളുടെ നേതാക്കളുടെ സ്മൃതി മണ്ഡപത്തിൽ മാത്രം അതിക്രമം നടന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണവുമായി CPM രംഗത്ത് വന്നിട്ടുണ്ട്. ഇതോടെ അക്രമികളെ പിടികൂടുന്നതിനായി പോലീസിന് മേൽ സമ്മർദ്ദവും ശക്തമായിട്ടുണ്ട്. സംഭവം അന്വേഷിക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം പോലീസ് രൂപീകരിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതേസമയം രാസലായനി ഒഴിച്ച സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. പയ്യാമ്പലത്ത് അലഞ്ഞുതിരിഞ്ഞ് കുപ്പിപെറുക്കുന്ന ആളാണ് കസ്റ്റഡിയിലായത്. സ്മൃതി കുടീരങ്ങളിൽ ഒഴിച്ചത് ശീതളപാനീയമെന്നാണ് നിഗമനം. കസ്റ്റഡിയിലെടുത്തയാളെ ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. കോടിയേരി ബാലകൃഷ്ണൻ, EK നായനാർ, ചടയൻ ഗോവിന്ദൻ, O ഭരതൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളാണ് വികൃതമാക്കിയത്. വ്യാഴാഴ്ച രാവിലെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ചരമദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയ്ക്കായി എത്തിയവരാണ് സംഭവം കാണുന്നത്. തുടർന്ന് CPM നേതാക്കളെ വിവരമറിയിക്കുകയായിരുന്നു. വെള്ളമൊഴിച്ച് കഴുകാൻ ശ്രമിച്ചെങ്കിലും സ്തൂപങ്ങളുടെ കറുപ്പ് നിറം നീക്കാനായില്ല. രാത്രികാലങ്ങളിൽ മദ്യപന്മാർ തമ്പടിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് പയ്യാമ്പലം ബീച്ചും പരിസരവും. സ്മൃതി മണ്ഡപങ്ങളിൽ മദ്യപിച്ച് തമ്പടിച്ചുകൊണ്ട് താമസിക്കാറാണ് പതിവ്. ഇത്തരക്കാർ ആരെങ്കിലും ആണോ സ്മൃതി മണ്ഡപങ്ങളിൽ കോള, പെപ്സി പോലുള്ള ശീതളപാനീയം ഒഴിച്ചത് എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. കണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടേറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് പോലീസിന് വലിയ തലവേദനയും ആയിട്ടുണ്ട്. ക്രമസമാധാനം നിലനിർത്തുന്നതിനായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സംഘർഷമുള്ള സ്ഥലങ്ങളിൽ പോലീസ് രാത്രികാല പരിശോധന ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 5-ലധികം അക്രമ കേസുകളിൽ പ്രതികളായവരെ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു വരികയുമാണ്. നാടുകടത്തിയ കാപ്പ കേസിലെ പ്രതികൾ തിരിച്ച് നാട്ടിൽ വരാതിരിക്കാൻ കണ്ണൂർ സിറ്റി റൂറൽ പോലീസ് സ്റ്റേഷനുകളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുമുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബിനും മറ്റ് ആയുധങ്ങൾക്കുമായി തിരച്ചിലും നടത്തിവരികയാണ്.